വടക്കൻ യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽപ്പെടുന്ന നോർവേ ഏറ്റവും മനോഹരവും വൈവിധ്യപൂർണവുമായ രാജ്യങ്ങളൊന്നായി പരക്കെ കണക്കാക്കപ്പെടുന്നു. ഹിമാനികൾ നിറഞ്ഞ പർവ്വതങ്ങളും അപൂർവ ജീവികൾ, പുരാതന ഹിമയുഗം കൊത്തിയെടുത്ത ഫിയോർഡ്സുകൾ, നോർത്തേൺ ലൈറ്റ്സ്, വർണ്ണാഭമായ തടിവീടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നാടകീയമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ടതുമായ ഈ സുന്ദര രാജ്യം പ്രകൃതി സ്നേഹികളുടെയും സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെയും ഒരു ജനപ്രിയ സ്ഥലമാണ്. ലോകത്തിൽ പല പ്രകൃതി സൗന്ദര്യങ്ങളുണ്ട്. മഞ്ഞുമലകൾ കാണാൻ സുന്ദരമാണ്. വിശാലമായ താഴ്വരകൾ കാണാൻ അതിലും മനോഹരമാണ്. മഴക്കാടുകളിലും പർവ്വതങ്ങളിലും മികച്ച സൗന്ദര്യമുണ്ട്. പക്ഷേ ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ ആസ്വദിക്കണമെങ്കിൽ നോർവേയിൽ വരണം. ആകാശത്തിൻ്റെ പകുതിയും കൈയടക്കുന്ന പാറകളും പർവ്വതങ്ങളും ഹിമാനികളും മാത്രമല്ല, താഴ്വരകളും ഫിയോർഡ്സും പ്രകൃതി തന്നെ ഒരുമിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഈ രീതി അപൂർവവും അതുല്യവുമായ ഒരു കാഴ്ച സൃഷ്ടിക്കുന്നു. നോർവീജിയൻ ജനതയുടെ സൗഹാർദ്ദപരമായ പെരുമാറ്റത്തെ എടുത്തു പറയേണ്ടതാണ്. പ്രകൃതിയാണ് ഇവിടുത്തെ യഥാർത്ഥ ആകർഷണം. തീവ്രമായ സൗന്ദര്യമുള്ള ഒരു നാട്. ഇവിടുത്തെ മനോഹരമായ ഭൂപ്രകൃതിക്ക് പറ്റിയ ജനങ്ങൾ. വാട്ട് ആർ ദ ടോപ്പ് 10 ഹാപ്പിയസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് എന്ന് ഗൂഗിൾ ചെയ്താൽ നോർവേ അതിൽ ഉൾപ്പെടും. കാരണം നോർവേയിലെ ജനങ്ങൾ സന്തുഷ്ടരാണ്. ഹിമാനികൾ കൊത്തിയെടുത്ത ഈ നീളമുള്ള മലകളുടെ ഇടയിലുള്ള ഇടുങ്ങിയ ഉൾക്കടലുകളെയാണ് ഫിയോർഡ്സ് എന്ന് വിളിക്കുന്നത്. ശൈത്യകാല മാസങ്ങളിൽ അറോറ ബോറിയാലിസ് അഥവാ നോർത്തേൺ ലൈറ്റ്സ് ആകാശത്ത് നൃത്തം ചെയ്യുന്നത് കാണുവാൻ കഴിയും. ഇത് മാന്ത്രികവും മറക്കാനാകാത്തതുമായ അനുഭവം സൃഷ്ടിക്കുന്നു. വേനൽക്കാല മാസങ്ങളിൽ രാത്രി 11 മണിയായാലും സൂര്യൻ അസ്തമിക്കുകയുമില്ല. സവിശേഷവും അത്ഭുതകരവുമായ ഈ അനുഭവങ്ങൾ കാണുന്നതിനായി ഈ വീഡിയോ കാണുക. നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോ കണ്ടതിന് ശേഷം ഞങ്ങൾ ഓസ്ലോയിൽ നിന്നും അലിസണ്ടിലോട്ട് പോവുകയാണ്. 1 മണിക്കൂറുള്ള ഈ യാത്രയെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഫ്ലൈറ്റ് റൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ 1 മണിക്കൂർ മൊത്തം സീനറിയാണ്. നമ്മൾ വെയിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന സീനറി എന്ന് പറഞ്ഞാൽ മൊത്തം ഐസ് മലകളാണ്. ഒറ്റ മണിക്കൂർ നമ്മൾ ഐസ് മലകളുടെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഇത് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ വിമാനം ലാൻഡ് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ റെൻ്റൽ കാർ എടുത്തിട്ട് ലോകത്തിലേക്കും ഏറ്റവും മനോഹരമായ അറ്റ്ലാന്റിക് ഓഷ്യൻ റോഡിൽ ഡ്രൈവ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ റോഡ്. ഏകദേശം 8 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ചില സമയങ്ങളിൽ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നത് ഒട്ടും സുരക്ഷിതമല്ല. കാരണം വലിയ തിരമാലകൾ വന്ന് വാഹനങ്ങൾ വരെ വെള്ളത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ വളരെ അതിമനോഹരമായ റോഡാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ റോഡ്. ധാരാളം പാലങ്ങളെയും ദ്വീപുകളെയും ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന റോഡാണിത്. ഈ റോഡിൽ കൂടി യാത്ര ചെയ്ത് ഞങ്ങൾ അവസാനം ഗെയ്റേഞ്ചർ എന്ന സ്ഥലത്തെത്തി. ഗെയ്റേഞ്ചറിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് മുന്നേയുള്ള സീനറിയാണിത്. മഞ്ഞ് മലകളും ഫിയോർഡ്സുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ക്രൂസ് ഷിപ്പുകൾ ഇടയ്ക്ക് വരാറുണ്ട്. വലിയ മലകളുടെ ഇടയിൽ ഇങ്ങനെ കടൽ വെള്ളം കയറിക്കിടക്കുന്നതിനെയാണ് ഫിയോർഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് ഗെയ്റേഞ്ചർ ഫിയോർഡ് എന്നാണ്. ഫിയോർഡിന് വളരെ ആഴമാണ്. ഏകദേശം 3000, 4000, 6000 അടി വരെ ആഴമുള്ള ഫിയോർഡ്സ് ഉണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി 11 മണിയായാലും സമ്മറിൽ
വെട്ടമുണ്ടാവും. ഇപ്പോൾ രാത്രി 11 മണിയായി. ഗിയറേഞ്ചർ ഫിയോർഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു മലയുടെ അടിവാരത്തിലാണ് കുട്ടികൾ കളിക്കുന്നത്. ഈ കാണുന്നതെല്ലാം തടി വീടുകളാണ്. ഇത് തൊട്ടടുത്ത് തന്നെയുള്ള അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ക്ലൈവഫോസൻ വാട്ടർഫാൾസ് എന്നാണ്. നോർവേ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിയോർഡ്സിലൂടെ ഒരു ബോട്ട് യാത്ര എടുക്കുക എന്നുള്ളത്. വളരെ മനോഹരമായ ഒരു ബോട്ട് യാത്രയാണിത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് 7 സിസ്റ്റേഴ്സ് വാട്ടർഫാൾസ് എന്നാണ്. അതായത് അവിവാഹിതരായ 7 പെൺകുട്ടികളെ കാണിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. ഇത് ഇത്രയും അടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഫിയോർഡ്സിൽ കൂടെ ഒരു ബോട്ട് യാത്ര എടുത്തേ പറ്റൂ, അല്ലാതെ നേരിട്ട് കാണാൻ മറ്റൊരു മാർഗ്ഗമില്ല.
ഇനി അടുത്ത ഞങ്ങൾ പോകുന്നത് മഞ്ഞ് പെയ്യുന്ന ഒരു പർവ്വതത്തിലേക്കാണ്. ലിയോൺ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കേബിൾ കാർ അടുത്താണ് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ വരുന്നത്. ദൂരെ കാണുന്നത് മറ്റൊരു മനോഹരമായ ഫ്യൂഡാണ്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി നോർവേയുടെ മറ്റൊരു ഭാഗത്തേക്കാണ് നാളെ പോകുന്നത്. ഇതുപോലെ ഞങ്ങൾ നേരിട്ട് പോയി ചിത്രീകരിക്കുന്ന യൂറോപ്പിലെയും അമേരിക്കയിലെയും മനോഹരങ്ങളായ കാഴ്ചകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.